എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ നമ്മുടെ രേഖ രതീഷ് ഇന്നലെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച വീഡിയോ പച്ച കള്ളമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തെളിവ് സഹിതം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കി റീച്ചിലൂടെ എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് രേഖ രതീഷ് ഇങ്ങനൊരു പരിപാടിക്ക് ഇറങ്ങിയത്? രേഖ രതീഷിനെ ട്രോളുന്ന യൂട്യൂബർ ആരാണ്? അതിന് ഉത്തരവില്ല. രേഖ രതീഷിന് എന്ത് സൈബർ ബുള്ളിങ് ആണ് ഈ 9 മാസങ്ങളായിട്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന് ഉത്തരവില്ല. പക്ഷേ രേഖ രതീഷിന് ഇപ്പൊ വേണ്ടത് ലൈം ലൈറ്റ് ആൻഡ് റീച്ച് ആണ്. അതിന്റെ കംപ്ലീറ്റ് തെളിവ് സഹിതമാണ് ഞാൻ നിങ്ങളോട് കാണിച്ചു തരാൻ പോകുന്നത്. അതിന്റെ കമന്റ് ബോക്സുകളിൽ കിടന്ന് ആടിയവരെടുത്തും സ്റ്റേ സ്ട്രോങ് പറഞ്ഞവർക്കും വമ്പൻ തിരിച്ചടിയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. എന്താണ് കാര്യം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒപ്പീനിയൻസ് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയാം, നമ്മുടെ നടി രേഖ രതീഷ് ഒത്തിരി ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ബഹുമാനം തോന്നുന്ന ഒരു നടിയാണ്. കാരണം പുള്ളിക്കാരി ഒരൊറ്റ സീരിയൽ കൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ ഒരു സ്റ്റാർ, തൻ്റെ എന്താ പറയുക, ഒരു പൊന്തൂവലായിട്ട് മാറിയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. പരസ്പരത്തിലെ പത്മാവതി എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും സൂപ്പർ സീരിയൽസ്, സൂപ്പർ ക്യാരക്ടറിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അഭിമാനം തോന്നുന്ന നിമിഷം തന്നെയാണ് നമ്മുടെ മലയാളത്തിന് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ഉണ്ടായതിൽ. അവരുടെ അഭിനയം കണ്ട് പലപ്പോഴും ഇൻസ്റ്റഗ്രാമിലെ റീലുകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അഭിനയത്തിന് മുന്നിൽ നമ്മൾ എന്താ പറയുക, തൊഴുതു പോകും. കാരണം അത്ര അടിപൊളി അഭിനയമാണ്. അവരുടെ ഏത് വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നല്ല രീതിയിൽ അഭിനയിക്കാൻ കഴിവുള്ള ഒരു ആക്ട്രസ് ആണ് അവർ. ഈ വീഡിയോക്കകത്ത് പക്ഷേ അവർ കാണിച്ചിരിക്കുന്നത് ഫുള്ള് ഫേക്ക് ആണ് എന്നുള്ള ലെവലിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. രേഖ രതീഷ് മുഖ്യമന്ത്രിയോട് പറഞ്ഞതും എന്നെ ആക്രമിക്കുന്നു, ഞാൻ എന്താ പറയുക, എനിക്കിതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുറേയധികം യൂട്യൂബേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയ്ക്കും നമ്മൾ രേഖ രതീഷിനെ കുറിച്ചുള്ള വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ബിഗ് ബോസിലേക്കുള്ള കുറെ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ രേഖ രതീഷിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. അതായത് രേഖ രതീഷ്, നമുക്കറിയാം പുള്ളിക്കാരി 3-4 വിവാഹങ്ങളെ കഴിച്ചിട്ടുള്ളതാണ്. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതിലൊന്നും കയറി ആരും കമന്റ് അടിക്കാനൊന്നും പോയിട്ടില്ല. രേഖ രതീഷ് ഇന്നലെ ഇട്ട വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കത്തി നിൽക്കുന്നത്. അതിന്റെ കുറച്ച് പാർട്ട് നമുക്കൊന്ന് കേട്ടു നോക്കാം, എന്നിട്ട് ഞാൻ ബാക്കി തെളിവുകൾ കൊണ്ടുവരാം. 2-3 മാസങ്ങളായി ഒരു കൂട്ടം യൂട്യൂബേഴ്സ് എന്റെ പിന്നാലെ എന്നെക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ക്യാപ്ഷൻസ് കൊടുത്ത് ചിത്രീകരിക്കുകയും എന്നെ ജീവിക്കാൻ അനുവദിക്കാതെ എന്നെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. മാനസിക സമ്മർദ്ദം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സർ. എന്റെ പൊന്ന് രേഖ ചേച്ചിക്കെതിരെ ഏത് യൂട്യൂബറാണ് ഈ പറയുന്ന വീഡിയോ ഇട്ടതെന്നും കൂടി രേഖ ചേച്ചി ഒന്ന് പറയണം. കാരണം നമ്മളെല്ലാം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. രേഖ ചേച്ചിയെ കുറിച്ച് ലാസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വീഡിയോ ബിഗ് ബോസിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ അവസാനമായിട്ട് വന്നിട്ട് പിന്നീട് കാണാതെ പോയി, എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാതെ ഔട്ടായിപ്പോയി ആ സംഭവമായിരിക്കും. അതിനുശേഷം രേഖ ചേച്ചിയുടെ കുറെ സീരിയൽ ക്ലിപ്പുകളെല്ലാം വരുന്ന അല്ലാണ്ട്, കുറെ ഇന്റർവ്യൂസ് വരുന്ന അല്ലാണ്ട് ആരാണ് രേഖ ചേച്ചിയെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞത്? ആരും പറഞ്ഞിട്ടില്ല. കുറെ മാസങ്ങളായിട്ട് യൂട്യൂബേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് രേഖ ചേച്ചി പറയുന്നത്. അത് മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. ഇത് ആർക്കാണ് കത്ത് കൊടുക്കും പോലെ വീഡിയോ എടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വീഡിയോ എടുത്ത് കൊടുക്കുന്നത്, നിയന്ത്രിക്കാൻ വേണ്ടി. ഇതിനടുത്തൊരു റീസൺ കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. കേസ് എടുത്തില്ലെങ്കിൽ എന്നുള്ള ലെവലിൽ കണക്ട് ചെയ്തൊരു സാധനം പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്ക്. ഈടക്കാലങ്ങളായി നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട്. ഉടനെ തന്നെ ഇതിനെ ഏതുമായിട്ട് പിടിച്ച് കണക്ട് ചെയ്തു? ദീപക്കുമായിട്ട് പിടിച്ചതിനെ ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പൊ അത് കേസ് ബലക്കുമല്ലോ. എനിക്കും അതുപോലത്തെ ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് വെച്ച് അക്ബർ ഖാൻ കയറി വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ബിഗ് ബോസിലെ എന്ത് വിഷയത്തില്? ഈ പറയുന്ന പോലെ എന്നെയും അനുമോൾ അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് വീടിനുള്ളിലിട്ട് പറഞ്ഞത്. അതുപോലെ അതേ സാധനം ഇപ്പൊ രേഖ രതീഷ് മറ്റൊരു ലെവലില് മാനസിക സമ്മർദ്ദമാണ്, കാര്യമാണ്, പക്ഷെ ഇപ്പം നടക്കുന്ന കാര്യമൊക്കെ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദീപകിന്റെ വിഷയമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, രേഖ നമ്മുടെ നമ്പർ 1 ആക്ട്രസ് ആണ്. ആ ഒരു അഭിനയമാണ് ഈ വീഡിയോക്കകത്ത് ഉള്ളതെന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ഞാൻ പൂർണ്ണമായിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യുന്നില്ല, പക്ഷെ തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, എന്റെ മകന് വേണ്ടിയിട്ട്. പക്ഷേ ഈ യൂട്യൂബേഴ്സ് കാരണം എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകാനുള്ള ശേഷി ഇല്ലാതെയാകുകയാണ്. ഇനി ഈ വീഡിയോക്കകത്ത് ബാക്കി പറയുന്നത് യൂട്യൂബേഴ്സിനെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും ചെയ്യണം, ഇതുപോലെ എനിക്ക് വരാനിരിക്കുന്ന തലമുറയ്ക്കും അതുപോലെ തന്നെ സഹോദരങ്ങൾക്കും സഹോദരികൾക്കൊന്നും ഈ അവസ്ഥ വരരുതെന്നാണ് ഈ വീഡിയോക്കകത്ത് പറയുന്നത്. വേറെ കാര്യമായിട്ടൊന്നും ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു റീസൺ ഇപ്പം സോഷ്യൽ മീഡിയക്കകത്ത് ഇങ്ങനെ രേഖ രതീഷിനെ കുറിച്ചിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നതിന് പിന്നാലെ ഒരു റീസൺ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കൊടുത്തത് രേഖ രതീഷ് തന്നെയാണ്. രേഖയ്ക്കെതിരെ ഒരു വീഡിയോസും ആരും ഇവിടെ ഇട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ 2-3 ദിവസം മുന്നേ രേഖ രതീഷ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം. ഞാൻ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ജീവിതത്തിൽ ഇന്ന് ഞാൻ ഏറ്റവും വലിയൊരു തീരുമാനം എടുക്കുകയാണ്. എന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എല്ലാവരെക്കുറിച്ച് വേദനയും നിശബ്ദതയും
ഒരുപാട് ചോദ്യങ്ങൾ. പക്ഷേ ഇന്ന് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഇനി വരുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ അധ്യായം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. രേഖ രതീഷിന്റെ ജീവിതത്തിലേക്ക് പുതുതായിട്ട് ഒരാൾ വരുന്നു. ആ സംഭവം രേഖ രതീഷ് എന്ത് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇനി ഒരു പുതിയ ഒരു മാറ്റം വരാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, പുതുതായിട്ട് എനിക്കൊന്നും ഹസ്ബൻഡ് ആയിരിക്കാം, പുതുതായിട്ട് വിവാഹം കഴിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ആളെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ കുറേ സംഭവം വന്നിട്ടുണ്ടായിരുന്നു. ആളുടെ പേര് ഈശ്വർ എന്നാണ്. അപ്പോൾ ഈശ്വറിന്റെ ആ വീഡിയോ കോളും നല്ലപോലെ സ്നേഹത്തിൽ ഇരിക്കുന്നതും ചായ കുടിച്ചിരിക്കുന്നതായിട്ടുള്ള വീഡിയോ കാണിച്ചിട്ട് ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കുന്നുണ്ട് വെയിറ്റ് ഫോർ റിവീൽ, വെളിപ്പെടുത്തലിന് വേണ്ടി കാത്തിരിക്കൂ എന്നും പറയുന്നുണ്ട്. ഈ വീഡിയോ കാണുന്ന നമ്മൾ വിചാരിക്കുന്ന രേഖ രതീഷിന്റെ കല്യാണ വീഡിയോ, അടുത്ത് വരാൻ പോവാണ് പുതുതായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ വീഡിയോ. അത് തന്നെയാണല്ലോ മക്കളെ. ഈ വീഡിയോ നല്ല റീച്ച് പോയ വീഡിയോയാണ്. പക്ഷെ ഇതിന് തൊട്ട് പിന്നാലെ വന്ന വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. നമ്മളെ മൊത്തത്തിൽ മണ്ടന്മാരാക്കിയ വീഡിയോയാണ് തൊട്ട് പിന്നാലെ വന്നിരിക്കുന്നത്. അതായത് കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് അതിനെ മാർക്കറ്റിംഗ് ആക്കിയിട്ട് എന്താണ് അതിന്റെ മറവിൽ ചെയ്തതെന്നുള്ളതാണ് ഞാൻ അടുത്ത് കേൾപ്പിക്കാൻ പോകുന്നത്. എന്റെ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനം അതെന്താണെന്നല്ലേ? എന്റെ ജീവിതത്തിലെ ഒരു വലിയ തീരുമാനം അതെന്താണെന്നല്ലേ? അതായത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെച്ചതിന്റെ ബാക്കിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയത്. വെയിറ്റ് ഫോർ റിവീൽ. ഈശ്വരനെ ഫോൺ വിളിക്കുന്നു, ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. ഓക്കെ ഫൈൻ, ബാക്കി നമുക്ക് കണ്ടു നോക്കാം. അതിന്റെ ഭാഗമായ ഒരു യാത്രയാണിത്. ഞാൻ മനസ്സുകൊണ്ട് വളരെ ആഗ്രഹിച്ച ആ ഒരു സ്വപ്നം. അതിനുള്ള തയ്യാറെടുപ്പ്. യാത്രയിൽ എനിക്കൊപ്പം ഈശ്വർ കൃഷ്ണയും ഉണ്ടായിരുന്നു. വെയിലൊക്കെ കൊണ്ട് ഞങ്ങൾ ആകെ ക്ഷീണിച്ചു. പക്ഷേ അതൊന്നും കൊണ്ട് നമ്മൾ കളരില്ലല്ലോ. ക്ഷീണം മാറ്റാൻ വെള്ളമൊക്കെ കുറിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ കാഞ്ചീപുരം സാരിയുടെ വലിയൊരു ലോകത്ത് എത്തപ്പെട്ടു. അതായത് ലോട്ടസ് ലൂം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇപ്പോൾ ഓൺലൈൻ ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഈ പറയുന്ന രേഖ രതീഷ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വീഡിയോ ഇട്ടതെന്നാണ് ഇപ്പോൾ ഇതിനകത്തൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾ പറ, ആ ആദ്യത്തെ വീഡിയോ മാത്രം കണ്ട നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? രേഖ രതീഷ് അടുത്ത് വരാൻ പോകുന്ന വീഡിയോ ഇതാണെന്ന് നിങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? ചിന്തിക്കത്തില്ല. കാരണം അത് വെച്ചിട്ട് അങ്ങനത്തെ ഒരു കോണ്ടന്റ് ആണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ള ലെവലിൽ അതിനെ മാർക്കറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ടിട്ടപ്പോഴത്തേക്കും ഇതായിരുന്നു എന്താണെന്ന് കാണാൻ വന്ന ആൾക്കാർ മനസ്സിലാക്കിയ സംഭവം എന്താണ്? ലോട്ടസ് ലൂം ഇന്ത്യ തുടങ്ങി. അത് ആൾക്കാർക്ക് മനസ്സിലായി. അപ്പൊ മാർക്കറ്റിംഗ് തന്ത്രം നല്ല ലെവലിൽ വിജയിച്ചിട്ടുണ്ട് രേഖ ചേച്ചി. അപ്പം ആ ഒരു വീഡിയോയ്ക്ക് ശേഷമാണ് രേഖ ചേച്ചിക്ക് അത്യാവശ്യം കുറച്ച് നെഗറ്റീവുകൾ വന്നിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ എന്താ പറയുക, തേർഡ് ലാസ്റ്റ് വീഡിയോ, അതായത് ആദ്യം പങ്കുവച്ചിട്ടുള്ള ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നമുക്കറിയാം 5ാമത് വിവാഹം കഴിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ 1-2 വീഡിയോസ് യൂട്യൂബിൽ ആരെങ്കിലും മറ്റേ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ വെച്ച് 5ാമത്തെ വിവാഹം കഴിക്കാൻ പോകുന്നു രേഖ രതീഷ് എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ടുണ്ടാവും. അതിന്റെ അപ്പുറത്തോട്ട് ആരും ഒന്നും പറയാൻ പോയിട്ടില്ല. ആരും ഒന്നും പറഞ്ഞായിട്ട് നമ്മൾ ആരും കണ്ടിട്ടുമില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ രേഖ ചേച്ചിയെ വലിച്ച് ആരെങ്കിലും കീറുന്നത്? ആരും വലിച്ചു കീറുന്ന കണ്ടിട്ടില്ല. ഇപ്പോഴും ബഹുമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ 2 വീഡിയോസിന് ശേഷം ഇപ്പൊ 3ാമത് ഇങ്ങനെ ഒരു വീഡിയോ രേഖ ചേച്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് റീച്ചിന് വേണ്ടി തന്നെയാണ്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ ലോട്ടസ് ലൂം ഇന്ത്യ ഒന്ന് ഫേമസ് ആക്കണം. ഈ വീഡിയോ എത്ര പേരാണ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് നിങ്ങൾക്ക് അറിയാമോ? എന്തോരം പേരാണ് ഇപ്പൊ രേഖ ചേച്ചിയുടെ ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്നത്? എന്തോരം പേര്! അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതെല്ലാം റീച്ചിന് വേണ്ടി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 5 മില്യൺ 50 ലക്ഷം ആൾക്കാരാണ് ഈ വീഡിയോ, മുഖ്യമന്ത്രിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ഈ വീഡിയോ കണ്ടിട്ടുള്ളത്. എ ന്യൂ ചാപ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് തംബ്നെയിൽ കൊടുത്ത് എന്താ പറയാ, ഈശ്വറിന്റെ കൂടെ നിൽക്കുന്ന തംബ്നെയിൽ കൊടുത്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് അതുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാതെ വെയിറ്റ് ഫോർ റിവീൽ ഇട്ടിട്ട് സെക്കൻഡ് വീഡിയോ ലോട്ടസ് ലൂം ഇന്ത്യയുടേതായിട്ട് വന്ന അതിനും കിട്ടി 1 മില്യൺ. ഇപ്പോൾ കുറച്ചുകൂടി റീച്ച് വേണം. അപ്പം 5 മില്യൺ റീച്ച് ആ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ താഴെ കമന്റ് ചെയ്ത ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ നമുക്കറിയാവുന്ന ആൾക്കാരുണ്ട്. ആദില, നൂറ, ഹെയ്ദി, സാദിയ, നമ്മുടെ ബിഗ് ബോസ് നന്ദന, പിന്നെ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ശരത്തേട്ടൻ, ദീപ റാണി, സീമ വിനീത്, ബീന ആന്റണി, നമ്മുടെ മല്ലു ഫാമിലിയുടെ സുജിൻ, ഇഷ്ടം പോലെ ആൾക്കാർ ഇതിനകത്ത് കമന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഈ കമന്റ് ചെയ്തവരൊന്ന് ചിന്തിച്ച് നോക്കാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കാം. ഞാൻ ഈ 3 വീഡിയോയും കറക്റ്റ് കണ്ടതാണ്. അതിപ്പോൾ ഈ വിഷയം വന്നപ്പോൾ എടുത്ത് കണ്ടതല്ല. ഇവരുടെ വീഡിയോ ഫീഡിൽ വരുന്നതുകൊണ്ട് ഞാൻ ആ 3 വീഡിയോസും ഇതും കണ്ടതാണ്. ഇതിന് മുന്നേ ഉള്ള 2 വീഡിയോസും കണ്ടിട്ട് എനിക്ക് മനസ്സിലായ സാധനം ഇതാണ്. റീച്ചിന് വേണ്ടി ചെയ്തതാണെന്നുള്ളത്. എന്തായാലും എൻ്റെ പൊന്ന് സർക്കാരെ, നിങ്ങൾ യൂട്യൂബേഴ്സിനെതിരെ കേസെടുക്കാൻ പോകുന്നതിന് മുന്നേ ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് എവിടെയാണെന്നും ഇതാരാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊക്കെ ഉള്ളത് വേലകൾ ഒന്ന് രേഖ ചേച്ചിയുടെ അടുത്ത് ചോദിച്ച് രേഖ ചേച്ചി പറയുന്ന പോലെ തന്നെ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും രേഖ ചേച്ചി പറയുന്നവരെ കൃത്യമായി വിളിച്ചു വരുത്തി ആരൊക്കെയാണ് വീഡിയോ ഇട്ടത്, എന്ത് കോണ്ടന്റിലാണ് രേഖ ചേച്ചി ഇട്ടതിനെ റിയാക്ട് ചെയ്തതാണോ അതോ ചുമ്മാ ഇരുന്ന് രേഖ ചേച്ചിയുടെ മണ്ടയ്ക്ക് കയറാൻ പോയതാണോ എന്നൊക്കെയുള്ള നിങ്ങൾ
വ്യക്തമാക്കി ഒരു ഉറപ്പ് വരുത്തണം എന്ന് എനിക്കൊരു അപേക്ഷയാണ് പറയാനുള്ളത്. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഇത്രയും കേട്ടിട്ട് എന്താണ് പറയാനുള്ളത് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇപ്പോഴും പറയുന്നു, വളരെയധികം ബഹുമാനമുള്ള ഒരു ആക്ട്രസ് ആണ് രേഖ ചേച്ചി. ഇതുപോലെ എയറിൽ കയറാണ്ട് ഇരിക്കുക, ആൾക്കാരെ മണ്ടന്മാരാക്കാതിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അടുത്ത ബിഗ് ബോസിലോട്ടൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് വരാം സുഹൃത്തുക്കളെ, വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും ബൈ.